നീതി എന്ന കവചമുണ്ടോ? രക്ഷ എന്ന ശിരസ്ത്രമുണ്ടോ? വിശ്വാസവും സ്നേഹവും എന്ന ഇവിടെ കവചം എന്നാ പറഞ്ഞ ഉണ്ടോ? സുവിശേഷത്തിന് ഉള്ള ഒരുക്കം കാലിന് ചെരുപ്പായിട്ടുണ്ടോ? ഇതൊന്നും പ്രിയപ്പെടുക ഇല്ലാതാണ് നമ്മൾ വളരെ വീരരെ പോലെ പോരാടുന്നത്. അവിടെ വരുന്ന ഒരു കുഴപ്പം, ദൈവത്തിന് സ്തോത്രം, ശത്രുവിന്റെ ആയുധങ്ങളെല്ലാം ധരിക്കുകയാണ്. തീയമ്പുകൾ ഏൽക്കുന്നുണ്ട്, വെട്ടുകൊള്ളുന്നുണ്ട്, മുറിപ്പെടുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസവും സ്നേഹവും എന്ന കവചവും ഇതൊക്കെ പ്രിയപ്പെട്ടവരെ വാചാലതയോടുകൂടി പറയുവാൻ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കോരിന്ത്യരോട് പറയുന്നത്, എന്റെ ഞങ്ങളുടെ വായ നിങ്ങളോട് വിസ്താരത്തിൽ തുറക്കുന്നത് പോലെ ഹൃദയവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശാലമായിരിക്കുന്നു കോരിന്ത്യരെന്ന്. ഇത് വെറും വാ പറഞ്ഞു പോവുകയല്ല. ദൈവത്തിന് സ്തോത്രം, സംസാരിക്കുന്നതായ കാര്യങ്ങൾ അതേ നിലയിൽ പ്രായോഗികമാക്കുവാനുള്ളതായ മനസ്സുണ്ട്. മനസ്സ് മാത്രമാണോ? പൗലോസ് പിന്നെയും പറയുകയാണ്, നിങ്ങളോട് പ്രസംഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങള് ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. അപ്പൊ വാ വിശാലമായിരിക്കുന്നു, അതേ നിലയിൽ ഹൃദയം വിശാലമായിരിക്കുന്നു. വായുടെയും ഹൃദയത്തിന്റെയും വിശാലതയ്ക്ക് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം പ്രായോഗികമാക്കുവാനുള്ളതായ ഹല്ലേലൂയ സ്തോത്രം താല്പര്യത്തിന്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ഭാഗമായിട്ട് ചെയ്യുന്നത് എന്താണ്? ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക.